ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴ് നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ ഒക്കെ ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടുത്തെ സാധനങ്ങൾ നമ്മൾ അടുത്ത വീട്ടിലോട്ട് മാറ്റണേന്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോഴ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീട് മാറ്റം, അത് തന്നെ, വീട് മാറ്റം. ഓക്കെ, നമുക്ക് കാഴ്ചയിലേക്ക് പോവാം. നീ ഇവിടെ പോകുന്നു. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ അലമാര ഇരുന്ന എൻ്റെയും മീനുക്കുട്ടിയുടെയും ചേട്ടൻ്റെയൊക്കെ ഡ്രസ്സുകൾ നല്ല നല്ല കവറുകളിലോട്ട് ആക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾക്ക് അത്യാവശ്യത്തിന് ഹോട്ടലൊക്കെ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് വെക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ വാരിപ്പറക്കി വെക്കുന്നതാണ് കേട്ടോ. മീനുക്കുട്ടി അതന്നെ, പറക്കി ഒതുക്കുമ്പോൾ കാണാത്ത സാധനങ്ങളെല്ലാം കിട്ടും. ഒരു ബോക്സും ബാക്കി നിന്റെ സാധനങ്ങളൊക്കെ പറക്കി എടുത്ത് വൈ. നോട് നിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എന്തെങ്കിലും എടുത്ത് ഇടണമെങ്കിൽ ആ ബക്കറ്റിലോട്ട് ഇടാം. നിന്റെ കളിപ്പാട്ട് ഇരിക്കണതല്ലയോ, അന്നത്തോട്ടിട്ടേ അത് തുണി അച്ഛൻ മാറ്റി തരും. ഈ വീട് മാറുന്ന സമയത്ത് പറക്കി ഒതുക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ ഏട്ടാ. ഇനി അടുത്ത് അതൊന്ന് ഒതുക്കി ആ വീടുമായിട്ട് നമ്മൾ എടുക്കുന്ന വീടുമായിട്ടൊന്ന് സെറ്റാകുന്നത് വരെ വലിയ പാടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ അതൊക്കെ കവറിലാണ് എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് അല്ലേ ഏട്ടാ. അതോ സത്യം നമ്മൾ ഈ മീനുകുട്ടി എനിക്ക് നിന്റെ ബാഗിൽ എന്തെങ്കിലും നോട്ട്ബുക്ക് എന്തെങ്കിലും വെക്കാണ്ടെങ്കിലൊക്കെ എടുത്ത് വെയ്തുകൊണ്ട് ആ ബാഗിനകത്തോട്ട്. എനിക്കൊന്നും വയ്യെന്ന്. അലമാര ഒതുക്കി തീനാ. നമ്മുടെ അലമാര ഉണ്ടോ, അലമാരയിൽ സാധനങ്ങൾ ഒതുക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അലമാര കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം ഒതുക്കുന്നത്. തുണികളെല്ലാം പറക്കി ഒതുക്കിയതിന് ശേഷമാണ് കേട്ടോ ഇനി പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ പൊട്ടുന്ന ടൈപ്പ് പാത്രങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ അനുസരിച്ച് കുറേശ്ശെ ഒതുക്കണം. അപ്പോൾ കൂട്ടുകാരെ, തുണിയൊക്കെ നമ്മൾ അലമാരയിൽ നിന്ന് ഏകദേശം ഒതുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിതാ നമ്മുടെ പാത്രങ്ങളുണ്ട്. അപ്പോൾ പാത്രം എല്ലാം കൂടെ ഒരു ചാക്കെടുത്ത് ചാക്കിലോട്ടാക്കാൻ വേണ്ടി പാത്രങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാടക വീടായതുകൊണ്ടാണ് അധികം പാത്രങ്ങളൊന്നും വാങ്ങിയത്. എപ്പോഴും ഞങ്ങൾ വിചാരിക്കും എവിടെയെങ്കിലും മേളയിലൊക്കെ പോകുമ്പോൾ ഓരോ ടൈപ്പ് പുതിയ പുതിയ മോഡൽ പാത്രമൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ വിചാരിക്കും പുതിയ ഒരു വീടൊക്കെ വെച്ചിട്ട് വേണം പാത്രങ്ങൾ വാങ്ങിക്കാനല്ലേ കേട്ടോ. അതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് അറിയാം ഈ വാടക വീട്ടിലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ച് കൂട്ടിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ എവിടെ പോണം മീനുക്കുട്ടി. ചേട്ടൻ സ്റ്റാൻഡിൽ നിന്നും കൂടെ കുറച്ച് കൊച്ചു കൊച്ചു പാത്രങ്ങൾ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിൽ നിന്നും കൂടെ എടുത്ത് വെച്ച് ഒരു ചാക്കിനകത്തോട്ട് നമുക്ക് തൊലക്ക് ഓടിയാലന്മാരാ. അങ്ങനെ പാത്രങ്ങൾ, കുക്കറ്, കലം, അതിനകത്ത് നമ്മൾ കൊച്ചു കൊച്ചു പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് അതെല്ലാം കൂടി ചാക്കിനകത്തോട്ടാക്കണേ. പറക്കി ഒതുക്കുന്നതെല്ലാം ചേട്ടനും ആണ് കേട്ടോ. ഞാൻ ചേട്ടനാകുമ്പോൾ അതിൻ്റെതായ രീതിക്കെല്ലാം പറക്കി ഒതുക്കുന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ് അല്ലേ ഏട്ടാ. ചേട്ടൻ എന്താ ഏട്ടാ അഭിപ്രായം? ഞാൻ തൊടാതിരിക്കുന്നതാണ് നല്ലത്. അതൊന്നും ഉപയോഗിക്കാതെ ഇരുന്നിരുന്നത് വല്ലാതെ അല്ലേ ഇതൊക്കെ സംഭവം. ഇവിടെ ഉപയോഗിക്കും ഇതൊക്കെ മേളേന്നൊക്കെ അന്ന് പുളിമാതെന്ന് വന്ന അത്രയും പാത്രം തന്നെ, അല്ലാതെ വേറെ പാത്രം നമ്മൾ പാത്രമായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പ്ലാസ്റ്റിക് വാങ്ങിച്ചത് അത് മറ്റേത് അതോ ഇരിക്കണം, തട്ടിൻ്റെ അടി ഇരിക്കണം 3 എണ്ണം. അത് 9 രൂപയ്ക്ക് കിട്ടിയതാണ് അന്ന് മേളേന്ന്. 9 രൂപയ്ക്ക് അതേ വാങ്ങിച്ചുള്ളൂ. മീനോ ശബ്ദം ഉണ്ടാക്കാതെ. ഇവിടെ നിന്ന് വന്ന് ഒതുക്കിയപ്പോൾ നമ്മൾ ഈ കുറേ കുഞ്ഞു കുഞ്ഞു പോണിയൊക്കെ ഉണ്ടായിരുന്നു. അത് മീനുവിന് കളിക്കാൻ വേണമെന്നും പറഞ്ഞ് അവൾ എടുത്തോണ്ട് പോയി. അതിനെ അവര് നിനക്ക് തന്നെ എന്നതുകൊണ്ട് അതൊക്കെ പച്ച നിന്നാൾ എടുത്തിട്ട് പോയില്ലേ കളിക്കാൻ. ഇനി സ്റ്റാൻഡിൽ പാത്രം ഇല്ലേട്ടാ. ഞാൻ സ്റ്റാൻഡൊക്കെ ഇളക്കി എടുക്കണോ അല്ലേ. അതിന് കുറെ ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതുണ്ട്. അതൊക്കെ ഒതുക്കണം. പാത്രങ്ങളൊക്കെ ചാക്കിലാക്കിതാ ഇവിടെ കൊണ്ട് എടുക്കാൻ എളുപ്പത്തിന് ഹാളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ അപ്പൊ കൂട്ടുകാരെ നോക്കിയപ്പോൾ ഒരു കുടം ഇരിക്കുന്നു. അപ്പൊ വെറുതെ ഒരു കുടം കൊണ്ടുപോകണ്ടെന്നും പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ചില്ലറ കുറച്ച് പ്ലാസ്റ്റിക് പോണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ കുടത്തിനകത്തോട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ പൊട്ടുന്ന ടൈപ്പാണ്, ഇതൊന്നും ഇടുന്നില്ല. ഇത് മസാലപ്പൊടി അല്ലാതെ നമുക്ക് പഴയ കുറച്ച് പ്ലാസ്റ്റിക് ടൈപ്പ് കുപ്പികളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കുടത്തിനകത്തോട്ടിട്ട് വെക്കുന്നതാണേ. ഒന്നും വെറുതെ കളയണ്ട, അല്ലാതെ നമുക്ക് ഇതുപോലെ യൂസ് ആകണമല്ലോ കേട്ടോ.
ഇനി അടുത്ത് നമ്മളിവിടെ വെള്ളം കോരി വെച്ചിരുന്ന ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ പൊട്ടുന്ന ടൈപ്പ് പാത്രങ്ങളുണ്ടല്ലോ അങ്ങനത്തത് വയ്ക്കണത്. അപ്പോൾ മീനിൻ്റെ കളിപ്പാട്ടം കൂടെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇതാകുമ്പോൾ പൊട്ടാതിരിക്കും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. കുറേ ഉണ്ട് അല്ലേ ഇങ്ങനത്തത്. ഒന്നിതോ ആ പെട്ടിയിൽ വെച്ചെടുക്കാണ്ടെന്ന് തോന്നുന്നു. ഇതോ ഇരിക്കണേൽ പ്ലേറ്റെല്ലാം വെച്ചല്ലോ അതിനകത്ത്. അത് പെട്ടിയോടെ വച്ചാൽ പോരെ? അല്ലാതെയാ പെട്ടി എടുത്ത് വെച്ചത് നല്ലതാണ് കേട്ടോ. നമ്മളെല്ലാം ഇതൊന്നും നമ്മളധികം അങ്ങനെ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. വെറുതെ കൊണ്ട് വെച്ചേക്ക് വല്ലപ്പോഴേക്ക് എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴൊക്കെയാണ് ഇതൊക്കെ എടുക്കുന്നത്. ക്ലാസ് ടൈപ്പ് പാത്രങ്ങളെല്ലാം പറക്കി ഒതുക്കിയതിന് ശേഷം അടുത്ത ഘട്ടം മീനുണ്ട ടെസ്റ്റും നോട്ടും കളിക്കൊടുക്ക ബാഗ് അങ്ങനെയുള്ള അവളെ ബുക്കും അതൊക്കെ പറക്കി ഒതുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പല ബാഗുകളിലൊക്കെ ആയിട്ടാണ് വെച്ചിരുന്നത്. ബാഗായിട്ടിരിക്കണം അങ്ങനെ ഇരുന്നാൽ പോരാട്ടാലും നല്ല ബുക്കൊക്കെ ഉണ്ട്. അതങ്ങനെ വെച്ചിട്ട് കൊള്ളുമെന്നുള്ളത് വൈ പഴയ കുറേ കളിക്കൊടുക്ക എന്നിട്ട് ഇതിനകത്തെടുത്ത് പെട്ടിക്കകത്ത് വെക്കുക എങ്ങനെ ചെയ്യാം. അവളെ ബാഗിനകത്തൊക്കെ ഒതുക്കാൻ പറ്റുന്നത് അങ്ങനെ ഒതുക്കിയിട്ട് അവിടെ പോയിട്ട് തീർന്ന ബുക്കും വേണ്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് തിരിഞ്ഞെടുക്കാം. അല്ലേ ഇനിയിപ്പം അവിടെ പോയിട്ട് എടുത്തിട്ട് ആക്രിക്ക് കൊടുക്കുക, അതാണ് നല്ലത്. കഴിഞ്ഞ നമ്മൾ പുളിമാറിന് വന്നപ്പോൾ എല്ലാം പറക്കി ഒതുക്കി വേണ്ടാത്തെല്ലാം ആക്രിക്ക് കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ അവളെ ബാഗും അല്ല ബുക്കും അങ്ങനെയുള്ളതെല്ലാം പറക്കി ഒതുക്കട്ടെ. ഓ ടീച്ചർ ഇത് വർക്ക് ബുക്ക് ഇനിയിപ്പോൾ അത് അവിടെ ചെന്നിട്ട് നോക്കിയെടുക്കണം. വർക്ക് ബുക്ക് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ ഇപ്പം ദാ നമ്മൾ സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കി പകുതി വഴി ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്കതാ കഞ്ഞി കുടിക്കാൻ സമയമായപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമ്മൾ സാധനങ്ങൾ പറക്കി ഒതുക്കുന്ന തിരക്കിലായതുകൊണ്ട് കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല. ചോറും കറിയൊക്കെ വെക്കാൻ പാടായതുകൊണ്ട് നമ്മൾ കഞ്ഞിയും പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറും ഇരിപ്പുണ്ട് കേട്ടോ. ബാക്കി കുറേ സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കി 3 പ്ലേറ്റും കുറച്ച് സ്പൂണും പിന്നെ അച്ചാറും അങ്ങനെയുള്ള കുറച്ച് ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ പറക്കിയൊക്കെ ഒതുക്കി ഇവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കുടിച്ച് എഴുന്നേറ്റ് ഇത്തിരി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ 2ാം ഘട്ടം പറക്കി ഒതുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചിരുന്ന ആ ജനലിൻ്റെ അവിടെ അടിച്ചിരുന്ന സ്റ്റാൻഡൊക്കെ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പുറത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു നമ്മൾ ജോലിക്ക് കൂട് കെട്ടിയത്, അതൊക്കെ അകത്ത് എല്ലാം എടുത്തിട്ടുണ്ടേ. പറക്കി ഒതുക്കിയ സാധനങ്ങളെല്ലാം ഹാളിൽ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കൊണ്ടുപോകാനായിട്ട് ഇവിടെയും വെച്ചിട്ടുണ്ട്, ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേശ്ശെ ഓട്ടയിൽ കൊണ്ടുപോവേനെ കേട്ടോ. ഇത് കുറേയൊക്കെ അങ്ങ് വണ്ടിയിലാക്കണം. നല്ല മഴക്കോളും ഉണ്ട്. അത് തന്നെ. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ വീട്ടിൽ സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കി കുറച്ച് സാധനങ്ങൾ കേട്ടോ. അതായത് ഒരുപാടൊന്നുമല്ല, നമ്മൾ ഈ ചെറിയ കവറിലൊക്കെ വെച്ചതും ഇതുപോലെ ചെറിയ പെട്ടിയിൽ വെച്ചതായിട്ടുള്ളതും കുഞ്ഞു കുഞ്ഞു ബക്കറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന വീടൊക്കെ ഞങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സാധനങ്ങൾ ജസ്റ്റ് കൊണ്ടുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നതെല്ലാം ഒതുക്കി വെച്ച ശേഷം ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തീയിടാണ് കേട്ടോ. അപ്പോൾ വീടും ഒക്കെ നമ്മൾ പിന്നെയുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ ഏട്ടാ? പിന്നെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. ഇവിടെ അകമൊക്കെ ഇത് കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു ഹോം ടൂർ ഇടാം കേട്ടോ. മറ്റേത് നമ്മൾ 1 വർഷം കഴിഞ്ഞ് അടുപ്പിച്ചാണ് ഇട്ടത്, തീർന്നപ്പോഴാണ് ഇട്ടത്. വരുമ്പോൾ നമ്മൾ വീടൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. വലിയ വീടൊന്നുമില്ല, ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാമേ. ഉപയോഗിക്കാതെ കിടന്നുകൊണ്ടേ ഇവിടെയൊക്കെ ചുറ്റും റബ്ബർ മരം എടുത്തുകൊണ്ട് ഒത്തിരി ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് 2 തീയിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആ സൈഡിലും തീയിട്ടിട്ടുണ്ട്, ഒന്ന് ഇവിടെയും തീയിടുന്നുണ്ട്. കൊതുവൊക്കെ പോകും കുറച്ച്. അങ്ങനെ നമ്മളെ പുതിയ വീട്ടിൽ ടീ ഇല്ലാത്ത ടീ ബ്രേക്ക് കണ്ട. അതെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയ വിശപ്പടിച്ച് അങ്ങനെ ഇരുന്ന കുപ്പിയിലേക്ക് ദാണ്ട ഈ കുപ്പിയിൽ എവിടെ ഈ കുപ്പിയിൽ നമ്മൾ വച്ചിരുന്ന സാധനം എടുത്ത് തിന്നാന്ന് വിചാരിച്ചു. ഓക്കെ, എന്തിനാണ് മഴ പെയ്യുന്നു കാണിച്ചു തരാമേ. അപ്പോൾ കൂട്ടുകാരെ ഇപ്പം മഴയൊക്കെ തോന്നുന്നു കേട്ടോ. മഴയൊക്കെ നല്ല രീതിയിൽ തോന്നുന്നു. നമ്മൾ മഴയുടെ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ തോന്നുന്നു കേട്ടോ. പിന്നെ മഴ തോന്നുന്നതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പം ഇനി വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടി എടുക്കണം. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നിങ്ങളവിടെയൊക്കെ മഴ പെയ്തു, ഞങ്ങളിവിടെ ചെറിയൊരു മഴ പെയ്തങ്ങ് തോർന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ തറയിലാണ് ഇന്നത്തെ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇനി ചില്ലറ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ താമസം മാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സാധനങ്ങൾ മാറ്റി ഇതുവരെ നമ്മളിങ്ങനെ വച്ചങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.